പ്ലസ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പ്രൈസസ് ഒക്കെ ഒത്തിരി കുറഞ്ഞാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോസിങ് വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഷോർട്ട് ഫാൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ഫാൾ വന്നിട്ട് ആ ഷോർട്ട് ഫാൾ വരുമ്പോഴേക്കും അതിൻ്റെ ആ ക്ലോസിങ്ങിൽ പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനെ നമ്മൾ മാർക്കറ്റിൽ പറയുന്നത്. ചിലർ പറയുന്നത് അത് റൈറ്റ് ഓഫ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ട്? അങ്ങനെ ഒരു റൈറ്റ് ഓഫ് നടക്കുമോ? ഇല്ല, അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അതായത് ഇപ്പം നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ എക്വിറ്റി ഇല്ല ആൻഡ് നമ്മൾ ആ വീട് വിൽക്കുകയാണെങ്കിൽ ആ ഷോർട്ട് ഫോൾ എമൗണ്ട് ദ സെല്ലർ ഹാസ് ടു ബ്രിങ് ഇറ്റ് അറ്റ് ക്ലോസിംഗ്. അത് ഹൗ ദേ ബ്രിങ് ഇറ്റ് ദാറ്റ് ഇസ് ദെയർ ഡിസ്ക്രിപ്ഷൻ, ബട്ട് ഇറ്റ് ഹാസ് ടു ബി ബ്രോട്ട് അറ്റ് ക്ലോസിംഗ്. അല്ലാണ്ട് ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് റൈറ്റിംഗ് ഓഫ് ദാറ്റ്. ഹൂ വിൽ റൈറ്റ് ഇറ്റ് ഓഫ്? യുവർ മോർഗേജി, യുവർ ബ്രോക്കർ, യുവർ ലോയർ? Who will write it off? Nobody can write that off. അപ്പോൾ അതിലൊരു സത്യമേ ഇല്ല. അപ്പോൾ ആ എമൗണ്ട് സെല്ലർ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. ആ ഒരു ഗ്യാപ്പ് അല്ലേ? ആ ഒരു ഗ്യാപ്പ് സെല്ലർ കണ്ടെത്തണം. ചില സാഹചര്യങ്ങളിൽ ഇപ്പം ലെറ്റ്സ് സേ ദർ ഇസ് എ സെക്കൻഡ് മോർഗേജ് ഓൺ ടൈറ്റിൽ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഒന്നെങ്കിൽ ആ സെല്ലർ ചിലപ്പോൾ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ലെൻഡറുമായിട്ട്, ആ സെക്കൻഡ് ലെൻഡറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവരുടെ പെനാൽറ്റിയോ അവരുടെ ടോട്ടൽ പേ ഓഫ് എമൗണ്ട് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ചിലപ്പോൾ അവർക്ക് ആ നമ്പർ കുറയ്ക്കാൻ പറ്റുമായിരിക്കും. സോ ദ ഷോർട്ട് ഓഫ് ദ ലോങ് ഇസ് ദിസ്, ദാറ്റ് എത്രയാണോ നമുക്ക് അറ്റ് ക്ലോസിംഗ് വേണ്ടത് ടു പേ ഓഫ് ഓൾ ദ ഡെറ്റ്സ് and give a clean and clear title to the purchaser has to be there. There has to be enough money to pay the broker. There has to be enough money to pay your lawyer. There has to be enough money to pay off any tax arrears or anything which could form a lien moving forward. അപ്പം ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുകയാണെങ്കിൽ സെല്ലർ അത് റെസ്പോൺസിബിൾ ആണ് ടു ബ്രിങ് ഇറ്റ് അറ്റ് ക്ലോസ്.